ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു SL Max. ഒരിക്കൽ കൂടി SL Max ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ നിങ്ങളുടെ സഹകരണവും സപ്പോർട്ടും ഒക്കെ നമ്മുടെ വീഡിയോയിലുണ്ട്, നമ്മുടെ ചാനലിലൊക്കെ ഉണ്ട് എന്നറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ഒരിക്കൽ കൂടി പതിവ് പോലെ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്, ഇനിയും ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ഒക്കെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് മെട്രിക്സ് +2 മെട്രിക്സ് എന്ന ചാപ്റ്ററിലെ മറ്റൊരു സെക്ഷനുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. അതായത് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ് എന്നുള്ളതാണ്. മെട്രിക്സിന്റെ പുതിയൊരു ടേമാണ് ട്രാൻസ്പോസ് എന്ന് പറയും. അപ്പൊ എന്താണ് ട്രാൻസ്പോസ് എന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഏറ്റവും സിമ്പിൾ കാര്യമാണ് ഇത്, ഏറ്റവും അറിയൽ നിർബന്ധമാണ്, ഏറ്റവും ഒരു പ്രയാസവും ഇല്ല, വളരെ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാം, പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്, കൺസിഡർ എ മെട്രിക്സ്, ഒരു മെട്രിക്സ് ഞാൻ കൺസിഡർ ചെയ്യാൻ പോണ്. അതിന് 1 2 5 -2 0 and 3. ഓക്കെ, ഇതാണ് മെട്രിക്സ്. ക്ലിയർ അല്ലേ? ഇതിന്റെ ഓർഡർ എത്രയാണ് മക്കളെ? 2 റോ ആൻഡ് 3 കോളം, 2/3. വേറൊരു മെട്രിക്സ് ബി കൺസിഡർ ഓക്കെ, ബി ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു അറിയോ? ഇതാ നോക്കിക്കോളൂ, 1 2 1 -2, അതേപോലെ 2 5 2 0 5 3. ഓക്കെ, ക്ലിയർ ആയി. അപ്പൊ ഇതിന്റെ ഓർഡർ എത്രയാണ് മക്കളെ? 3/2 ആണല്ലോ, 3 കാര്യം. ഓക്കെ, അപ്പൊ എന്താ ട്രാൻസ്പോസ് എന്നുള്ളത് നമ്മൾ പറയാൻ പോകുന്നത്. എ മെട്രിക്സ്, ഇതാണ് ഒരു മെട്രിക്സ് 1 2 5 -2 0 3. ഇതിന്റെ റോനെ, ഇത് ഫസ്റ്റ് റോ ആണ് 1 2 5, അതിനെ എന്താ ചെയ്യുക, കോളം ആക്കി എഴുതുക. ഫസ്റ്റ് കോളം, ഇത് ഫസ്റ്റ് റോ ആണ് 1 2 5, അതിനെ ഫസ്റ്റ് കോളം ആക്കി എഴുതുക. 1 2 5 ഫസ്റ്റ് കോളം ആക്കി എഴുതി. അതേപോലെ -2 0 3 സെക്കൻഡ് റോ ആണ്, അതിനെ സെക്കൻഡ് കോളം ആക്കി എഴുതി. -2 0 3. ഓക്കെ, അപ്പോ ഇവിടെ എ എന്നുള്ളത് അല്ലെങ്കിൽ ബി മെട്രിക്സ് എന്നുള്ളത് എയുടെ ട്രാൻസ്പോസ് ആണ്, അങ്ങനെ പറയാം. അപ്പൊ എയുടെ ട്രാൻസ്പോസ് ആരാണ്? ബി ആണ്. അപ്പൊ എന്താ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ, റോനെയും കോളത്തെയും പരസ്പരം ഇന്റർചേഞ്ച് ചെയ്യാം. റോ കോളാകും, കോളം റോ ആകും, അതിനെയാണ് ട്രാൻസ്പോസ് എന്ന് പറയാം. ഓക്കെ അല്ലേ? അപ്പോൾ ട്രാൻസ്പോസിന്റെ ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, അതിന്റെ മീനിങ് ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. അതായത് 2/3 ഓർഡർ ഉള്ള മെട്രിക്സ് തിരിച്ച് 3/2 ആയി. ഓക്കെ, ക്ലിയർ അല്ലേ? ഓർഡറും കണ്ടില്ല, മാറിയത് ക്ലിയർ ആണ്. അപ്പോൾ ട്രാൻസ്പോസിനെ ഡിനോട്ട് ചെയ്യുക എ ഡാഷ് അല്ലെങ്കിൽ എ ക്യാപിറ്റൽ ടി, ഇങ്ങനെയൊക്കെ റെപ്രസെന്റ് ചെയ്യും. ഓക്കെ, ഈ സ്മോൾ ടി റെപ്രസെന്റ് ചെയ്യുന്നവരുണ്ട്. എ ഡാഷ് ഓർ എ റേസ് ടു ടി എന്ന് പറഞ്ഞാൽ ആരാണ്? എ ട്രാൻസ്പോസ് ആണ്. അപ്പൊ ഈ ബിനെ എനിക്ക് എന്ത് ചെയ്യാം, ഇതിനൊക്കെ അത് എ റേസ് ടു ടി എന്ന് പറഞ്ഞൂടെ, അല്ലെങ്കിൽ എ ഡാഷ് എന്ന് പറയാം. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. വേണം ഒരു എക്സാമ്പിൾ കൂടെ നമുക്ക് ചെയ്യാം. ഒരു എക്സാമ്പിൾ ഇതാ, മെട്രിക്സ് എ ഈക്വൽ ടു 1 5 0 3. ഓക്കെ, ഇതിന്റെ ട്രാൻസ്പോസ് എന്താ? എ ഡാഷ്. എ ഡാഷ് ആണ് എ ട്രാൻസ്പോസ്. അന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും. ഇവിടെ 1 5 ആണ് ഫസ്റ്റ് റോ, അതെന്താ ചെയ്ത് ഫസ്റ്റ് കോളായി മാറും 1 5. സെക്കൻഡ് 0 3 ആണ്, അതെന്താ ചെയ്ത് സെക്കൻഡ് കോളായി മാറി. ഇപ്പൊ തിരിച്ചെഴുതിയില്ലേ? ഓക്കെ, ഇതാണ് ട്രാൻസ്പോസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ പഠിക്കാനുള്ള മറ്റൊരു കാര്യമാണ് പ്രോപ്പർട്ടീസ്. ഇതിന്റെ പ്രോപ്പർട്ടീസ് ആണ് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ നമ്മൾ പറഞ്ഞു, എ ഡാഷും എ റേസ് ടു ടി ഒക്കെയാണ്. ഓക്കെ, അങ്ങനെയാണ് ഇതിന്റെ പ്രോപ്പർട്ടി ഡിസ്കസ് ചെയ്യാൻ കൂടെ ശ്രദ്ധിക്കുക. എന്താണ് പ്രോപ്പർട്ടീസ്? ഓക്കെ, അപ്പോൾ അതാണ് ഞാൻ പ്രോപ്പർട്ടീസ്. ഫസ്റ്റ് വൺ, എ ട്രാൻസ്പോസ് ഓൾ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ അത് ആരായിരിക്കും? എ ആയിരിക്കും. ശരിക്കും ശ്രദ്ധിക്കുക, ഈ ഒരു മെട്രിക്സിന്റെ ട്രാൻസ്പോസ് നിങ്ങൾ കണ്ടു, അതിനെ വീണ്ടും ട്രാൻസ്പോസ് കണ്ടാൽ അത് ആരായിരിക്കും? ആദ്യം കണ്ട മെട്രിക്സ്, ആദ്യത്തെ മെട്രിക്സ് തന്നെ ആയിരിക്കും എന്നാണ് പറഞ്ഞത്. അതാ പ്രോപ്പർട്ടി. എക്സാമ്പിൾ ശ്രദ്ധിച്ചോ, ഇവിടെ തന്നെ മെട്രിക്സ് ഏതാ? 1 5 0 3 ആയിരുന്നു. അങ്ങനെയാണ് എ ട്രാൻസ്പോസ് നമുക്ക് കിട്ടി 1 0 5 3 അല്ലെ? അങ്ങനെയാണ് ഇതിനെ വീണ്ടും ട്രാൻസ്പോസ് കണ്ടോക്കൂ, എ ട്രാൻസ്പോസ് ഓൾ ട്രാൻസ്പോസ്. ഇതിനെ വീണ്ടും തിരിച്ചെഴുതുക, ഇതിനെ വീണ്ടും തിരിച്ചെഴുതുണ്ടാവും 1 0 തല കുത്തനാവും, 5 3 ഇങ്ങനെ ആവും. ഇതാരാള്? ഇതാരാ? ഇയാളല്ലേ? ഇയാളല്ലേ? അതല്ല എ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് പ്രോപ്പർട്ടി അവിടെ തന്നെ വെരിഫൈ ചെയ്തു. അപ്പൊ ഇത് കാണാതെ അറിയൽ നിർബന്ധമാണ്. ഓക്കെ അല്ലേ? അടുത്ത സംഭവം പറയാൻ പോണത് എ പ്ലസ് ബി ഓൾ ട്രാൻസ്പോസ് എന്ന് പറയുന്നതും എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ് എന്ന് പറയുന്നത് സെയിം ആണ്. അതായത് രണ്ട് മാട്രിക്സ് തമ്മിൽ കൂട്ടുക, അതിന്റെ ട്രാൻസ്പോസ് കാണുന്നതും
എന്ത് ആദ്യത്തെ മെട്രിക്സ് ട്രാൻസ്പോസും രണ്ടാമത്തെ മെട്രിക്സ് ട്രാൻസ്പോസ് കണ്ടതിന് ശേഷം കൂട്ടുന്നതും സെയിം ആയിരിക്കും എന്നുള്ളതാണ് ഓർത്തിരിക്കുക. തേർഡ് വൺ, മൂന്നാമത്തെ പ്രോപ്പർട്ടി കെ ഇൻറ്റു എ ഓൾ ട്രാൻസ്പോസ്. ഇവിടെ കെ എന്ന് പറഞ്ഞാൽ ആരാണ്? സ്കാലാർ ആണ്. ഇത് എന്തിന് സെയിം ആണ്? കെ ഇൻറ്റു എ ട്രാൻസ്പോസിന് സെയിം ആണ്. ഓക്കെ, ഓർത്തിരിക്കല്ലോ. പ്രോപ്പർട്ടി ക്ലിയർ അല്ലേ? അടുത്ത ഏറ്റവും ഇമ്പോർട്ടന്റ് പ്രോപ്പർട്ടിയാണ് എ ഇൻറ്റു ബി ഓൾ ട്രാൻസ്പോസ് എന്ന് പറയുന്നത്. എ ഇൻറ്റു ബി, എയും ബിയും ഗുണിക്കുക, അതിന്റെ ട്രാൻസ്പോസ് കാണുന്നത് എന്തിന് സെയിം ആണെന്നാണ്? ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ്. ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. പല മക്കളും തിരിച്ചു എ ട്രാൻസ്പോസ് ഇൻറ്റു ബി ട്രാൻസ്പോസ്, അപ്പൊ ഉത്തരം തെറ്റും ചെയ്യും. അപ്പൊ ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ മാർക്ക് ചെയ്യണം നിങ്ങൾ. ഈ പ്രോപ്പർട്ടി ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. എ ബി ഓൾ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ ആരാണ്? ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് ആണ്. ഇതാണ് പ്രോപ്പർട്ടീസ്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ ട്രാൻസ്പോസ് എന്താ? റോയും കോളവും പരസ്പരം എന്ത് ചെയ്യാം? ചേഞ്ച് ചെയ്യുക അല്ലെ? റോ കോളാവും, കോളം റോ ആവും. അതിനെയാണ് ട്രാൻസ്പോസ് എന്ന് പറയാം. ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എ ഡാഷ് അല്ലെങ്കിൽ എ റേസ് ടു ടി എന്നൊക്കെ നമുക്ക് പറയാവുന്നതാണ്. 4 പ്രോപ്പർട്ടി നമ്മൾ ഡിസ്കസ് ചെയ്തു. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാവുന്നതാണ്. ഓക്കെ, എന്നാ വേഗം എഴുതി. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, മെട്രിക്സ് എ ഈക്വൽ 2 1 3 5 and matrix B equal to 0 1 4. Then first verify that A transpose all transpose equal to A. K A all transpose equal to K into A transpose. A plus B all transpose equal to A transpose plus B transpose. So ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് നമ്മളെ പ്രോപ്പർട്ടീസ് ആണ് വെരിഫൈ ചെയ്യാൻ. വളരെ സിമ്പിൾ ആണ്. ആദ്യം നമ്മൾ ഓരോന്നിനും ട്രാൻസ്പോസ് കണ്ടിരിക്കാം. എ ട്രാൻസ്പോസ് തന്നിട്ടല്ലേ, അതെന്താ? ഫസ്റ്റ് റോ ആണ് 2 ആണ്, അത് ഫസ്റ്റ് കോളായി. അപ്പോൾ 3 5 അത് സെക്കൻഡ് കോളായി. ഓക്കെ, ഇനി ബി ട്രാൻസ്പോസ് കണ്ടിരിക്കുക. ബി ട്രാൻസ്പോസ് എന്താ? 2 0 ഫസ്റ്റ് കോളായി മാറി, 1 4 സെക്കൻഡ് കോളായി മാറി. ഓക്കെ, ഇനി നമുക്ക് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഉത്തരം ഈ ട്രാൻസ്പോസ് പിന്നെ ഒന്നും കൂടി ട്രാൻസ്പോസ് ചെയ്യാം. അപ്പോൾ ഒന്നും ട്രാൻസ്പോസ് ചെയ്യാൻ അതിനകത്ത് തിരിച്ചില്ല. അപ്പോൾ 2 3 വീണ്ടും എന്തായി? ഫസ്റ്റ് കോളായി, 1 5 സെക്കൻഡ് കോളായി. ഇത് ആരായിരുന്നു? നമ്മുടെ ഫസ്റ്റത്തെ എ അല്ലേ? അതാണ് ഒന്നാമത്. വെരിഫൈ ചെയ്തില്ലേ? സിമ്പിളാണ്. ഇത്ര നമുക്ക് മാർക്ക് ഇപ്പം തന്നെ വരും. അടുത്ത് പറഞ്ഞു കെ എ ഓൾ ട്രാൻസ്പോസ് ഇട്ടാം. അപ്പോൾ കെ ഇൻറ്റു എ ആദ്യം ചെയ്യണം. കെ എ ആദ്യം ചെയ്യണം. അപ്പോൾ കെ ഇൻറ്റു എ ആരാ? എന്റെ മെട്രിക്സ് എന്താ? 2 1 3 5 1. അപ്പോൾ ഇതിനെ കെ കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ എന്ത് വന്ന്? 2k k 3k 5k. ഓക്കെ, ഇതിന്റെ ട്രാൻസ്പോസ് ആണ് പറഞ്ഞത് അല്ലേ? കെ എ ഓൾ ട്രാൻസ്പോസ്. അപ്പോൾ ഈ ഇത്രയും തിരിച്ചു ചെയ്യണം. അപ്പോൾ ഏതാ? 2k k കോളായി മാറി. ദെൻ അപ്പോൾ 3k 5k. ഓക്കെ, ഇത് നമുക്ക് LHS നോക്കാം. അടുത്തത് കെ ഇൻറ്റു എ ട്രാൻസ്പോസ് ആണ്. കെ ഇൻറ്റു എ ട്രാൻസ്പോസ്. അപ്പൊ കെ അതുപോലെ അല്ലെ? കെ അതുപോലെ എ ട്രാൻസ്പോസ് കിട്ടിയിട്ടുണ്ട്. അത് 2 3 1 5. അപ്പൊ ഇൻറ്റു ചെയ്തു. അപ്പൊ എന്താ വരിക? 2k 3k k 5k. ഇതിന് RHS കൊടുക്കും. ഇനി നിങ്ങൾക്ക് പറയാം RHS LHS നോക്കുക. സെയിം അല്ല, ഒരേപോലെ. അപ്പൊ നമുക്ക് എന്താ പറയാം? ഈ പ്രോപ്പർട്ടി വെരിഫൈ ആണ്. LHS ഈക്വൽ ടു RHS. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഉത്തരമായി. ക്ലിയർ അല്ലേ? ഇനി തേർഡ് വൺ എ പ്ലസ് ബി ഓൾ ട്രാൻസ്പോസ് ആണ്. അപ്പൊ അതിന് മുമ്പ് എ പ്ലസ് ബി കാണണം. എ പ്ലസ് ബി എന്താ മക്കളെ? ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുക. കറസ്പോണ്ടിങ് എലിമെന്റ് കൂട്ടിയല്ലേ? 2 + 2 4 ആണ്. 1 + 0 1 ആണ്. 3 + 1 4 ആണ്. അത് പറയും 5 + 4 9 ആണ്. അപ്പൊ അത് ഓക്കെ. ഇനി എ പ്ലസ് ബി ഓൾ ട്രാൻസ്പോസ് ആണ് കാണുന്നത് അല്ലേ? എ പ്ലസ് ബി ഓൾ ട്രാൻസ്പോസ്. അപ്പൊ എ പ്ലസ് ബി ഓൾ ട്രാൻസ്പോസ് നിങ്ങൾക്ക് തന്നെ പറയാവുന്നതാണ്. എന്താ പറഞ്ഞു? തിരിച്ചു ചെയ്ത പറ. 4 1 4 9. ഓക്കെ അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിനെന്ത് മാർക്ക് ചെയ്യാം? LHS എന്ന് മാർക്ക് ചെയ്യാം. ക്ലിയർ? അടുത്തെന്താ വേണ്ടത്? എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ് ആണ്. എ ട്രാൻസ്പോസും ബി ട്രാൻസ്പോസും ഇല്ല, അത് രണ്ടും തമ്മിൽ കൂട്ടുക. എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ് അതിന് കൂട്ടി കൊടുക്കുക. 2 + 2 ഓക്കെ 4. then 3 + 1 4. അടുത്ത് 1 + 0 1. അടുത്ത് 5 + 4 9. ഇതിനെന്ത് കൊടുക്കുക? RHS കൊടുക്കുക. ഓക്കെ, ഇപ്പൊ നോക്ക് RHS LHS സെയിം അല്ലേ? അപ്പൊ LHS = RHS. ആ പ്രോപ്പർട്ടി എന്താണ്? വെരിഫൈ ചെയ്യാൻ വളരെ സിമ്പിൾ ആണ്, വളരെ പെട്ടെന്ന് കിട്ടും. ഓക്കെ, അങ്ങനെയാണ് എഴുതിയെടുക്കുക. ഓക്കെ, അപ്പോ സെക്കൻഡ് ക്വസ്റ്റ്യൻ മക്കളെ, ക്വസ്റ്റ്യൻ വളരെ ശ്രദ്ധിക്കണേ. A transpose equal to matrix 3 4 -1 2 0 1 and matrix B equal to -1 2 1 1 2 3. Verify that A plus B whole transpose equal to A transpose plus B transpose. A minus B whole transpose equal to A transpose minus B transpose. Okay അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാവുന്ന ഒരു കാര്യം കൂടിയാണ്
ഇതൊക്കെ ഓക്കെ. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എ ട്രാൻസ്പോസ് ആണ്. അതാണ് ഇവിടെ ഒരു നമ്മൾ നോക്കേണ്ട ഒരു കാര്യം. എ ട്രാൻസ്പോസ് ആണ്. അപ്പൊ എ ട്രാൻസ്പോസ് ആണെങ്കിൽ അതിന് എ കാണണം. എ എന്തായിരിക്കും? അതിന് തിരിച്ചിടുക അല്ലെ? എ ട്രാൻസ്പോസിനെ ട്രാൻസ്പോസ് കണ്ടാലാണല്ലോ എ ബദല പ്രോപ്പർട്ടി, ഒരു പ്രോപ്പർട്ടി. അപ്പൊ അത് പ്രകാരം ചെയ്യാം. അപ്പൊ പറ 3 4 അല്ലെ? 3 4 -1 2 0 1 അല്ലെ? ഇത് നേരെ ഫസ്റ്റ് അതില്ലേ? അപ്പൊ എ കിട്ടി. ഇനി ഇവിടെ ബി ആയിരുന്നു. അപ്പൊ ബി ട്രാൻസ്പോസും കണ്ടെത്തുക. ബി ട്രാൻസ്പോസ് എന്തായിരിക്കും? -1 എന്തായാലും -1 2 1 1 2 3 ഓക്കെ, അത് കിട്ടി. ഇനി വെരിഫൈ ചെയ്യാൻ എ പ്ലസ് ബി ആദ്യം കാണാം. എ പ്ലസ് ബി, എ ബി മാറരുത്. ഇത് എയാണ് ഗൺ ബി അല്ല, ഇതുമല്ല. എന്ത് ആക്രാന്തം നോക്കുമ്പോൾ എല്ലാം കൂടി മാറും, അതുകൊണ്ടാണ്. അപ്പോൾ എന്ത് ചെയ്ത് മാറാതെ ചെയ്യണം. ഓക്കെ, അപ്പോൾ പറ ഇത് രണ്ട് കൂട്ടുമ്പോൾ എന്താവും? 3 - 1 3 - 1 2 ആണ്. -1 + 2 ഓക്കെ. ഇത് ബി അല്ലേ? ബിയുടെ ട്രാൻസ്പോസ് എന്താ? -1 2 1 -2 1 then 1 2 3 ഓക്കെ. ഇനി നിങ്ങൾക്ക് പറയാം 3ഉം -1ഉം 2 അല്ലെ? -1 + 2 ആണ് 1, 0 + 1 ആണ് 1. അടുത്ത് 4 + 1 ആണ് 5, 2 + 2 ആണ് 4, 1 + 3 ആണ് 4 ഓക്കെ. അപ്പൊ എ പ്ലസ് ബി ആയി. ഇനി ഇതിന്റെ ട്രാൻസ്പോസ് പറ. എ പ്ലസ് ബി ഓൾ ട്രാൻസ്പോസ് എന്താ? തിരിച്ചെഴുതിക്കോളൂ. 2 1 1 5 4 4 ഓക്കെ. അപ്പൊ അത് റെഡി. ഇതിനെ LHS. അടുത്ത പറയാ RHS എന്തായിരിക്കും? എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ് ആണ്. എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ്. അപ്പൊ പറയും എ ട്രാൻസ്പോസ് ഇതാ, ബി ട്രാൻസ്പോസ് ഇതാ. ഇത് രണ്ടും തമ്മിൽ കൂട്ടുക. അപ്പോൾ 3 - 1 2 ആണ്, 4 + 1 5 ആണ്. ഇത് -1 + 2 1 ആണ്, 2 + 2 4 ആണ്. അടുത്ത് 0 + 1 1 ആണ്, 1 + 3 4 ആണ്. ഓക്കെ, അതൊക്കെ ഡയറക്റ്റ് നോക്കി എഴുതിയാണ് ഞാൻ എടുത്ത് എഴുതുന്നില്ല. അത് നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് വിചാരിക്കും. അപ്പോൾ RHS ആയി നോക്കുക. LHS RHS സെയിം അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ഡിനോട്ട് ചെയ്യാം? LHS = RHS ഓക്കെ അല്ലേ? സംഭവം ക്ലിയർ. ഇനി അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യൻ A - B ആണ്. A - B. അപ്പോൾ A ന്ന് B മൈനസ് ചെയ്യണം. ഇതാണ് A, ഇതാണ് B. ഇതിന് മൈനസ് ചെയ്യാം. അപ്പോൾ 3 - -1 3 - -1 4 ആണ്. 3 - -1 4 ആയി. രണ്ട് മൈനസ് പ്ലസ് ആയി. -1 - 2 അപ്പോൾ എന്താ? -3. ഒരേ ചിഹ്നമാണെങ്കിൽ രണ്ടും കൂടി കൂട്ടുക, ചിഹ്നം ഇടുക. 1 - 1 0. ഓ സോറി, മാറിപ്പോയിട്ടാ. ഇതല്ല, ഇവിടുന്നാണല്ലോ. 0 - 1 -1. അടുത്ത് 4 - 1 3 ആണ്. 2 - 2 0. 1 - 3 -2. അപ്പോൾ A - B ആയി. A - B ഓൾ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ ഇതിനെ തിരിച്ച് ചെയ്താൽ 4 - 3 -1 3 0 -2. അപ്പോൾ A - B ഓൾ ട്രാൻസ്പോസ് ആയി. ഇതിന് നമുക്ക് എന്തെന്ന് നോക്കാം? LHS. ഇനി ചെയ്യേണ്ട ആരാണ്? A ട്രാൻസ്പോസ് - B ട്രാൻസ്പോസ് ആണ്. അതായത് ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്യാം. അപ്പൊ പറയാം 3 - -1 ആണ് ആരാണ്? 4. അതേപോലെ പറയാം 4 - 1 ആണ് 3 ആണ്. അതുപോലെ -1 - 2 എന്ന് പറഞ്ഞാൽ -3 ആണ്. അതുപോലെ 2 - 2 പറഞ്ഞാൽ 0, 0 - 1 പറഞ്ഞാൽ -1, 1 - 3 പറഞ്ഞാൽ -2. അപ്പൊ ഇത് എന്തെന്ന് പറയാം? RHS എന്ന് കൊടുക്കാം. ഇവിടെ നോക്കൂ, LHS RHS സെയിം അല്ല ആൻസർ. therefore നമുക്ക് എന്ത് പറയാം? LHS = RHS. അപ്പോൾ സംഭവം വെരിഫൈ ചെയ്തില്ലേ? ഇതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. വളരെ സിമ്പിൾ ആണ്, പെട്ടെന്ന് എഴുതാം. എഴുതിയെടുത്തോളൂ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ മെട്രിക്സ് A = 1 - 4 3, B = -1 2 1. ഓക്കെ, ഷോ ദാറ്റ് AB ഓൾ ട്രാൻസ്പോസ് = B ട്രാൻസ്പോസ് × A ട്രാൻസ്പോസ്. അപ്പോൾ ശ്രദ്ധിക്കുക, ആദ്യം നമ്മൾ ഓർഡർ ചെയ്തിട്ടാ. എത്ര ദിന റോ? 3 റോ ഒറ്റ കോളം. ഇതോ ഒറ്റ റോ 3 കോളം. ആദ്യം ഞാൻ ഇതിനൊക്കെ ട്രാൻസ്പോസ് ചെയ്താൽ പോകും. A ട്രാൻസ്പോസ് എന്താ? തിരിച്ച് ചെയ്തല്ലേ? 1 - 4 3. B ട്രാൻസ്പോസ് എന്താ? ഇതിനെ തിരിച്ച് ചെയ്തോളി. അപ്പം എന്താവും? -1 2 1. ഓക്കെ, അത് റെഡി. അവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് ഇവിടെ വേണ്ടത് AB ആണ്. A × B. അപ്പോൾ എയും ബിയും കൂടി ഗുണിക്കുക എന്നുള്ള അതിനർത്ഥം അല്ലേ? ഏതാ? 1 - 4 3. ദെൻ B എന്ന് പറഞ്ഞാൽ അത്രയാണ് -1 2 1. ഇത് രണ്ടും ഗുണിക്കാൻ പറ്റൂലേ? കാരണം എന്താ? ഇതിന്റെ ഓർഡർ ഇതിന്റെ കോളം ഇതിന്റെ റോക്ക് സെയിം ആണ്.
അപ്പോൾ ഗുണനം പറഞ്ഞു ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം 1 ഇൻറ്റു -1 പ്ലസ് ഇനി എന്തേണ്ട അവിടെ പ്ലസ് ഇടാണ്ട അടിയില്ലല്ലോ. അപ്പോൾ 1 ഇൻറ്റു -1 -1 അവിടെ നിർത്തി. അടുത്ത 1 ഇൻറ്റു 2 ഇത് 1 ഇൻറ്റു 1 1. ഓക്കെ, അടുത്ത് സെക്കൻഡ് റോ -4 ഇൻറ്റു -1 പ്ലസ് 4 -4 ഇൻറ്റു 2 -8 -4 ഇൻറ്റു 1 -4. അടുത്ത് 3 ഇൻറ്റു -1 -3 3 ഇൻറ്റു 2 6 3 ഇൻറ്റു 1 3. ഓക്കെ, അപ്പോൾ ഇത് എ ബി കിട്ടി. നമുക്ക് വേണ്ടത് എ ബി ഓൾ ട്രാൻസ്പോസ് ആണ്. ഇതിനെ തിരിച്ച് ചെയ്യണം. അപ്പോൾ പറയാം -1 2 1 4 -8 -4 -3 6 3 അല്ലേ? അത് തിരിച്ച് ചെയ്തിട്ടാ ഇത് നേരെ ഇങ്ങനെ ഇത് നേരെ ഇങ്ങനെ ഇത് നേരെ ഇങ്ങനെ. ഇതിനെ LHS എന്ന് ഡിനോട്ട് ചെയ്യും. ഓക്കെ, ഇവിടെയൊക്കെ നിങ്ങൾ മറക്കേണ്ടതിനൊക്കെ ബേസിക് എന്താ? മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ, ഗുണനം എന്നുള്ളതാണ്. അത് മാറിയാൽ ഒക്കെ മാറി. പലർക്കും ഇങ്ങനെയുള്ള ഈ ഒരു സംഭവം പലർക്കും തെറ്റാറുണ്ട്. ഇതൊക്കെ പ്ലസ് കൊടുക്കും ഇവിടെയൊക്കെ. അപ്പോൾ തെറ്റും എനിക്ക് ശ്രദ്ധിക്കണം. നമ്മൾ ഗുണിക്കാനുള്ള സെക്ഷൻ പഠിപ്പിച്ചപ്പോൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിനാണ് ഇതാ അടുത്ത് ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് ആണ്. തിരിച്ചല്ല, എ ട്രാൻസ്പോസ് ഇൻറ്റു ബി ട്രാൻസ്പോസ് അല്ല, അങ്ങനെയാണ് തെറ്റ്. അപ്പോൾ ബി ട്രാൻസ്പോസ് ചെയ്താൽ പോവാണ് ഇതാ -1 2 1 ഇൻറ്റു എ ട്രാൻസ്പോസ് എന്തായിരുന്നു 1 -4 3 എഴുതിട്ടാ. ആ പറഞ്ഞോളൂ, വേഗം ചെയ്യാം. ഇത് പറ്റൂലേ? ഇതിന്റെ ഓർഡർ എത്ര? അതാ അതേപോലെ തന്നെ. അപ്പോൾ അത് സെയിം ആണ് സംഭവം. ഇതിന്റെ കോളം 1 ആണ്, ഇതിന്റെ റോ 1 ആണ്. അപ്പോൾ സെയിം ആണ്. അപ്പോൾ അവിടെ പറയും ഇവിടെ കൊടുക്കും -1 ഇൻറ്റു 1 -1 -1 ഇൻറ്റു -4 പ്ലസ് 4 -1 ഇൻറ്റു 3 -3 2 ഇൻറ്റു 1 2 2 ഇൻറ്റു -4 -8 2 ഇൻറ്റു 3 6 1 ഇൻറ്റു 1 1 1 ഇൻറ്റു -4 -4 1 ഇൻറ്റു 3 3. ഇതാണ് നമുക്ക് ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ്. ഇതിന് നമുക്ക് എന്ത് മാർക്ക് ചെയ്യാം? RHS എന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, നിങ്ങൾ പറയും ഇതാണ് RHS, ഇതാണ് LHS. സെയിം അല്ലേ? നോക്കിക്കോളൂ, ഓരോന്നും നോക്കിക്കോളൂ. എന്തെങ്കിലും മിസ്റ്റേക്ക് എവിടെയെങ്കിലും വന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ എന്ത് പറയാം? LHS ഈക്വൽ ടു RHS എന്ന് നമുക്ക് കൊടുത്തൂടെ? ഓക്കെ, ഇത്ര ഉള്ളൂ. ഓക്കെ, നാലാമത്തെ ക്വസ്റ്റ്യൻ മെട്രിക്സ് A equal to 1 2 -3 2 1 -1 മെട്രിക്സ് B equal to 2 3 5 4 1 6. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി ഓർഡർ ഓഫ് AB? A into B, AB ഗുണിച്ചതിന് ശേഷം അതിന്റെ ഓർഡർ ആണ് കാണാൻ പറഞ്ഞത്. ഇതിന് സെപ്പറേറ്റ് അല്ല. ഫൈൻഡ് A ട്രാൻസ്പോസ് B ട്രാൻസ്പോസ്. വെരിഫൈ ദാറ്റ് AB all transpose equal to B transpose into A transpose. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം AB കണ്ടു. A into B നമുക്കറിയാം, ഗുണിക്കാൻ അറിയണം. AB, അപ്പോൾ AB പറ 1 2 -3 2 1 -1 അല്ലേ ഇൻറ്റു 2 3 5 4 1 6. ഗുണിക്കാനുള്ള കണ്ടീഷൻ അതിന്റെ ഓർഡർ എത്ര പറ? ഇതിന്റെ ഓർഡർ 2/3. ഇതിന്റെ ഓർഡർ എത്ര? 3/2 അല്ലേ? ഫസ്റ്റത്തിന്റെ കോളം രണ്ടാമത്തിന്റെ റോക്ക് സെയിം ആണ് അല്ലേ? 2 3 ആണ്. അപ്പോൾ ഗുണിക്കാൻ പറ്റും. ഇനി ഗുണനം പറഞ്ഞോളൂ. ഫസ്റ്റ് റോ 1 ഇൻറ്റു 2 2 റൂൾ പ്രകാരം പ്ലസ് 2 ഇൻറ്റു 5 10 പ്ലസ് -3 ഇൻറ്റു 1 -3. അപ്പോൾ ഫസ്റ്റ് എലമെന്റ് ആണ്. ഇനി 1 ഇൻറ്റു 3 3 പ്ലസ് 2 ഇൻറ്റു 4 8 പ്ലസ് -3 ഇൻറ്റു 6 -18. അടുത്ത് സെക്കൻഡ് റോ സെക്കൻഡ് കോളം 2 ഇൻറ്റു 2 4 പ്ലസ് 1 ഇൻറ്റു 5 5 പ്ലസ് -1 ഇൻറ്റു 1 -1. അടുത്തതാ 2 ഇൻറ്റു 3 6 പ്ലസ് 1 ഇൻറ്റു 4 4 പ്ലസ് -1 ഇൻറ്റു 6 -6. അടുത്ത സ്റ്റെപ്പ് വേഗം പറഞ്ഞോളൂ, വേഗം ചെയ്യാം. 2 + 10 എന്ന് പറഞ്ഞാൽ ആരാണ്? 12 അല്ലേ? 12 3 കുറച്ചാൽ ആരാണ്? 9 അല്ലേ? ഓക്കെ, എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പറയണം. ഓക്കെ, 3 + 8 8 - 18 എന്ന് പറഞ്ഞാൽ 8 - 18 എന്ന് പറഞ്ഞാൽ എത്ര? 8 - 18 ആണ് -10. -10 + 3 ആണ് -7. അടുത്ത പറ 4 + 5 ആണ് 9. 9 -1 ആണെങ്കിൽ 8. then 6 + 4 അല്ലെ 6ഉം -6ഉം കട്ട് ബാക്കി 4. ഓക്കെ, ഇതാണ് A. ഇതിന്റെ ഓർഡർ എത്ര? ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇതിന്റെ ഓർഡർ ആണ് 2 റോയും 2 കോളം. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് എത്ര എഴുതാം? ഓർഡർ ഈസ് ഈക്വൽ ടു 2 അല്ലെങ്കിൽ 2/2 എന്ന് എഴുതാം, അല്ലെങ്കിൽ 2. ഒന്നാമത്തെ ഉത്തരമായി. ഇനി A ട്രാൻസ്പോസും B ട്രാൻസ്പോസും അത് വേഗം കാണാൻ പറ്റുമല്ലോ. A ട്രാൻസ്പോസ് വേഗം ചെയ്യാം. തിരിച്ച് ചെയ്താൽ 1 2 -3. അടുത്ത പറയും 2 1 -1. അപ്പോൾ A ട്രാൻസ്പോസ് ആയി. അടുത്ത B ട്രാൻസ്പോസ് എന്താ? ഞാൻ പറയാലോ. 2 5 1 3 4 6. അപ്പോൾ അതുമായി. ഇനി നമുക്ക് വേണ്ട വെരിഫൈ ദാറ്റ് ആണ് AB ഓൾ ട്രാൻസ്പോസ്. ആദ്യം
എ ബി ഇവിടെ കിട്ടിയിട്ടുണ്ട്. അതിന്റെ ട്രാൻസ്പോസ് എന്താ ഞാൻ പറഞ്ഞു 9 - 7 8 4. ഇതിന് നമുക്ക് എന്ത് നോക്കാം LHS അത് കിട്ടി. ഇനി ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ്. ബി എന്താ 2 5 1 3 4 6 ഇൻറ്റു 1 2 2 1 -3 -1. ഇത് ഇൻറ്റു ചെയ്യാൻ പറ്റുമല്ലോ. സെയിം ഓർഡറാണ് നമ്മൾ പറഞ്ഞ പോലെ 2/3 3/2 പറ്റും. അപ്പോൾ പറഞ്ഞോളൂ ഞാൻ പറയാം 2 × 1 2 പ്ലസ് 5 × 2 10 പ്ലസ് 1 × -3 -3. അടുത്ത് 2 × 2 4 പ്ലസ് 5 × 1 5 പ്ലസ് 1 × -1 -1. അടുത്ത് 3 × 1 3 പ്ലസ് 4 × 2 8 പ്ലസ് 6 × -3 -18. അടുത്ത പറയാം 3 × 2 6 പ്ലസ് അടുത്ത പറയാം 4 × 1 4 പ്ലസ് 6 × -1 -6. ഓക്കെ ഇത് ചെയ്യുമ്പോൾ എന്ത് വരും വേഗം പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ പറയാം. വേഗം പറഞ്ഞോളൂ. ഇത് എത്ര ഇത് 9 അല്ലേ. ഇത് എത്രയാ 4 + 5 9 9 ഒന്ന് കുറച്ചാൽ 8. അടുത്ത ഇത് എത്രയാ 3 + 8 പറഞ്ഞാൽ 3 + 8 ആണ് 11 11 - 8 ആണ് -7 അല്ലേ. അടുത്ത പറ 6 - 4 കണ്ടത് 4 ആയി. ഓക്കെ ഇതിന് നമുക്ക് എന്ത് മാർക്ക് ചെയ്യാം RHS. നിങ്ങൾ പറയും RHS ഇതാ LHS ഇതാ സെയിം അല്ലേ. therefore LHS equal to RHS. ഇതാണ് സംഭവം. ഇത്രയേ ഉള്ളൂ. ക്ലിയർ. ഓക്കെ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ മക്കളെ ശ്രദ്ധിക്കുക. if matrix A equal to cos x sin x minus sin x cos x. okay verify A transpose into A equal to I. ഇതാണ് ചെയ്യേണ്ട കാര്യം. A transpose into A equal to I. ഓക്കെ അപ്പോൾ നോക്കാം എങ്ങനെ ചെയ്യാൻ പോകും. അപ്പോൾ എ എന്ന് പറഞ്ഞാൽ എ ട്രാൻസ്പോസ് ആദ്യം എടുക്കുക. എ ട്രാൻസ്പോസ് cos x sin x അല്ലേ. ഫസ്റ്റ് കോളായി -sin x cos x അത് ഓക്കെ. ഇനി ചോദിച്ചിട്ടുള്ളത് എ ട്രാൻസ്പോസ് ഇൻറ്റു എ എന്നാണ്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ ഇൻറ്റു ചെയ്യണം എന്നാണ്. cos x -sin x sin x cos x ഇൻറ്റു എ എന്തായിരുന്നു cos x sin x -sin x cos x. ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്യാൻ കണ്ടീഷൻ ഒക്കെ ഓക്കെ ആണല്ലോ. അപ്പോൾ ചെയ്യാം cos x ഇൻറ്റു cos x cos square x വെയിറ്റ് പ്ലസ് റൂൾ പ്രകാരം പ്ലസ് -sin x ഇൻറ്റു -sin x ആണ്. -1 പ്ലസ് ആയി sin square x. ഓക്കെ അടുത്ത cos x ഇൻറ്റു sin x അതുപോലെ തന്നെ എഴുതാം cos x sin x പ്ലസ് -sin x ഇൻറ്റു cos x ആണ് -cos x sin x. ഓക്കെ അവിടെ നിൽക്കട്ടെ. അടുത്ത് പറയാം sin x ഇൻറ്റു cos x. അപ്പോൾ പറയാം sin x ഇൻറ്റു cos x ആണ് sin x cos x പ്ലസ് cos x ഇൻറ്റു -sin x -sin x cos x അവിടെ നിൽക്കട്ടെ. അടുത്ത് sin ഇൻറ്റു sin സ്ക്വയർ x പ്ലസ് cos ഇൻറ്റു cos സ്ക്വയർ x. ഇങ്ങനെ ഓക്കെ അല്ലേ. വേഗം പറയാം. ഫസ്റ്റ് ഇയർ ട്രിഗണോമെട്രി cos സ്ക്വയർ x പ്ലസ് sin സ്ക്വയർ x എത്രയാണ് വളരെ സിമ്പിൾ. ആകെ പാടെ നമ്മളൊക്കെ പഠിച്ചൊരു റിസൾട്ട് അതന്നെ ആയിരിക്കും. cos സ്ക്വയർ തീറ്റ പ്ലസ് sin സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1. ഇനി തിരിച്ചാലും പ്രശ്നമില്ല. sin സ്ക്വയർ തീറ്റ പ്ലസ് cos സ്ക്വയർ തീറ്റ ആയാലും പ്രശ്നമില്ല. ഇത് 1 ആണ്. ഓക്കെ ഇത് cos x പ്ലസ് sin x പ്ലസ് ഇത് അതേ സാധനം മൈനസ് അപ്പോൾ 0 ആയില്ല. ഓക്കെ ഇത് നോക്കി sin x പ്ലസ് sin x cos x പ്ലസ് അതേ സാധനം മൈനസ് അപ്പോൾ 0. sin സ്ക്വയർ x പ്ലസ് cos സ്ക്വയർ x 1 ആണ്. ഇതിന് നമ്മൾ എന്ത് പറയും ഇതല്ലേ 1 0 0 1. ഇതിനെ I എന്ന് വിളിക്കുക. അതായത് ഐഡന്റിറ്റി മാട്രിക്സ്. അപ്പോൾ ഇത് പ്രൂവ് ആയി. അപ്പോൾ ഇവിടെ നമ്മൾ വേറൊരു സംഭവം പഠിച്ച് A ട്രാൻസ്പോസ് ഇൻറ്റു A എന്ന് പറഞ്ഞാലും A ഇൻറ്റു A ട്രാൻസ്പോസ് പറഞ്ഞാലും അത് ആരാണ് I ആണ്. ഇതാര ഒരു പ്രോപ്പർട്ടി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം കണക്കാക്കാവുന്നതാണ്. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ മക്കളെ ഇത് നിങ്ങൾക്ക് എഴുതിയെടുക്കാം. ഇനി ഇപ്പുറത്തെ സൈഡിലേക്ക് വരുമ്പോൾ നിങ്ങൾ നോക്കേണ്ട കാര്യമുണ്ട്. 6th one if A equal to sin alpha cos alpha minus cos alpha sin alpha verify A transpose into A equal to I. ഹോംവർക്ക് ആണ് നിങ്ങൾക്ക് ചെയ്യാം ഇതുപോലെ തന്നെ. ഓക്കെ then 7th one if A equal to 3√3 2 4 2 0 and B equal to 2 - 1 2 1 2 4 verify the following. First one A transpose all transpose equal to എന്തെന്ന് പറയാം A plus B all transpose equal to A transpose plus B transpose അത് ചെയ്യാം. Third one K into B all transpose equal to K into B transpose
ഇത് മൂന്നും വെരിഫൈ ചെയ്യാം. അത് നിങ്ങൾക്ക് വീട്ടിൽ ഇത് ചെയ്യാം. നമ്മൾ അത് സിമിലർ ക്വസ്റ്റ്യൻ ഇവിടെ ചെയ്തിട്ടുണ്ട്. 8th വൺ നോക്കുക. ഇഫ് matrix A equal to 2 1 3 2 and matrix B equal to 1 2 3 4 2 1, verify that A into B, AB all transpose equal to B transpose into A transpose. ചെയ്തൂടെ? ഗുണിച്ച് ചെയ്യാനുള്ളതാണ്. ഇനി ഇവിടെ മാറരുത്. ഇതെന്താ ഇവിടെ ടി ഒക്കെ കൊടുത്തിട്ടുണ്ടെന്ന് വെക്കരുത്. കാരണം ഞങ്ങൾ തുടക്കത്തിൽ പറഞ്ഞത് ട്രാൻസ്പോസിന് അതിന്റെ വേറൊരു നൊട്ടേഷൻ കൂടിയാണ് അല്ലെ. അതിന്റെ ഡിനോട്ട് ചെയ്യുന്ന വേറൊരു രൂപമാണ് മുകളിൽ ക്യാപിറ്റൽ ടി കൊടുക്കുകയാണെങ്കിൽ അതിന് അതിന്റെ മീനിങ് തന്നെയാണ് ട്രാൻസ്പോസ് ആണ്. അധികം നമ്മൾ ഡാഷ് ആണ് കൊടുക്കുക എന്നുള്ളത്. അപ്പൊ ഇത്രയും കാര്യം നിങ്ങൾക്ക് എഴുതിയെടുക്കാം. ഇത്രയും കാര്യമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പൊ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സിമ്പിൾ കാര്യം. ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ റോയും കോളും പരസ്പരം ചേഞ്ച് വരുത്തുക എന്നുള്ളതാണ്. ആ ഒരു കാര്യം മാത്രം അറിയുക എന്നുള്ളതാണ് ഈ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിന്ന് കിട്ടിയ ഒരു കാര്യം എന്നുള്ളത്. അപ്പോൾ ഒന്നുമില്ല എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവും. അങ്ങനെയാണ് മക്കളെ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.